2025 SLC പരീക്ഷ എഴുതി പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ പരീക്ഷയിൽ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആകെ എത്ര ശതമാനം മാർക്ക് ലഭിച്ചു, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. A+ മുതൽ D+ വരെയാണ് ഗ്രേഡിംഗ് നിലനിൽക്കുന്നത്. A+ എന്നാൽ അതായത് ഗ്രേഡിംഗ് നമ്മൾ കണക്ക് കൂട്ടുന്നത് 9 പോയിന്റ് സ്കെയിലാണ്. A+ ആണ് 9, അതായത് ഔട്ട്സ്റ്റാൻഡിങ്. A+ എന്ന് പറഞ്ഞാൽ 9 ആണ് കിട്ടുന്നത്. A എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് ആണ്. B+ എന്നാൽ 7 പോയിന്റ് ആണ്. B എന്നാൽ 6 പോയിന്റ് ആണ്. C+ എന്നാൽ 5 പോയിന്റ് ആണ്. C എന്നാൽ 4 പോയിന്റ് ആണ്. D+ എന്നാൽ 3 പോയിന്റ് ആണ്. മിനിമം D+ എങ്കിലും വേണം ഒരു കുട്ടി പാസ്സാവാൻ. D കിട്ടിയാൽ അയാൾ തോറ്റു എന്നർത്ഥം. ഇവിടെ ഞാൻ അനു എന്നൊരു വിദ്യാർത്ഥിനി പരീക്ഷ എഴുതി ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വിശകലനം ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ എത്ര പെർസെന്റേജ് കിട്ടി എന്ന് വിശകലനം ചെയ്ത് തരുന്നത്. ഓക്കെ, അനു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ 10 വിഷയങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 2025 SLC എക്സാമിന് 10 വിഷയങ്ങളുണ്ട്. 10 വിഷയങ്ങളിൽ ഒരു വിഷയത്തിന്, ഫസ്റ്റ് ചിലപ്പോൾ മലയാളം ഒരിക്കലും കേട്ടോ, മലയാളം എന്ന വിഷയത്തിന് A+ ലഭിച്ചിരിക്കുന്നു. A+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്നോട് കൊടുത്തിട്ടുണ്ട്? A+ എന്ന് പറഞ്ഞാൽ 9 പോയിന്റ്. അടുത്ത A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പോയിന്റ്. ഇപ്പൊ 8 ഇവിടെ എഴുതി. അടുത്ത A എന്ന് പറഞ്ഞാൽ വീണ്ടും 8 പോയിന്റ്, അതിവിടെ എഴുതി. പിന്നെ A+ കിട്ടി, അവിടെ 9 പോയിന്റ്, 9 ഇവിടെ എഴുതി. അടുത്ത് B എന്ന് പറഞ്ഞാൽ 6 പോയിന്റ്, 6 ഇവിടെ എഴുതി. അടുത്ത് C+ പറഞ്ഞാൽ 5 പോയിന്റ്, 5 ഇവിടെ എഴുതി. വീണ്ടും A+ പറഞ്ഞാൽ 9 പോയിന്റ്, 9 ഇവിടെ എഴുതി. വീണ്ടും B+, അപ്പൊ 7 പോയിന്റ്, 7 ഇവിടെ എഴുതി. വീണ്ടും B എന്നാൽ 6 പോയിന്റ്, 6 ഇവിടെ എഴുതി. വീണ്ടും A+ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 9 പോയിന്റ്, 9 എഴുതി. അപ്പൊ ടോട്ടല് അനുവിന് കിട്ടിയിരിക്കുന്ന പോയിന്റുകളെ കൂട്ടിക്കഴിയുമ്പോൾ 76 കിട്ടുന്നുണ്ട്. ഇവിടെ അനുവിന് 9-ൽ, അതായത് A+ എന്ന് പറഞ്ഞാൽ 9 പോയിന്റ് ആണല്ലോ, 9 പോയിന്റ്. ആ 9 പോയിന്റില് അനുവിന് കിട്ടിയിരിക്കുന്നത് 9 പോയിന്റിന് മുഴുവൻ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിൽ 9 പോയിന്റില് 8 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. അടുത്തതിൽ 9-ൽ 8, അടുത്തതിൽ 9-ൽ 9 കിട്ടി. അടുത്തതിൽ 9-ൽ 6, അടുത്ത 9-ൽ 5, അടുത്ത 9-ൽ 9 കിട്ടി. അടുത്ത 9-ൽ 7 കിട്ടി. 9-ൽ 6 കിട്ടി. പിന്നെ അടുത്തത് 9-ൽ 9 തന്നെ കിട്ടി. അപ്പൊ 10 വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് 10 × 9 അതാണ് ഈ 90. അപ്പൊ അനുവിന് കിട്ടിയിരിക്കുന്നത് 76. എത്രയിലാണ് കിട്ടിയിരിക്കുന്നത്? 90-ലാണ് 76 കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് പെർസെന്റേജിലേക്ക് എടുക്കാം. അപ്പൊ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ അനുസ് ടോട്ടൽ പോയിന്റ്, അതായത് അനുവിന് ഓരോ വിഷയങ്ങളിൽ കിട്ടിയ പോയിന്റുകളെ മൊത്തമായിട്ട് കൂട്ടുമ്പോൾ 76 കിട്ടും. ആ 76 നമ്മൾ മുകളിൽ എഴുതി, ഈ പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഔട്ട് ഓഫ് 90, അതായത് 10 വിഷയങ്ങൾ, ഓരോ വിഷയത്തിനും 9 വെച്ചിട്ട് 10 × 9 90. ആ 90 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. × 100 ആണ് പെർസെന്റേജിലേക്ക് ആകാൻ. ഇവിടെ 100 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 84.44. അപ്പൊ അനുവിന് ഈ വർഷത്തെ SLC എക്സാമിൽ ലഭിച്ചിരിക്കുന്ന ശതമാനം 84.44. ഇങ്ങനെയാണ് നമുക്ക് മാർക്കിന്റെ പെർസെന്റേജ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.